മുതഅല്ലിമീങ്ങളെ വളർത്തണം. അത് ദീനിന്റെ വലിയൊരു ഖിദ്മത്താണ്. നിങ്ങൾ നോക്ക്, മദീനക്കാരിയായ ഒരു ഉമ്മ, ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ വെള്ളിയാഴ്ചയും സ്വഹാബത്ത് പറയാറില്ലേ, മദീനയിലുള്ളൊരു വല്യമ്മയുടെ കഥ, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വെള്ളിയാഴ്ച വരുന്നത്. വെള്ളിയാഴ്ചയായാൽ രാവിലെ തന്നെ പള്ളിയിൽ എത്തിച്ചേരും. ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓടിച്ചെല്ലുന്നൊരു വല്യമ്മയുണ്ട്. ആ വല്യമ്മ എന്താ ചെയ്യാറുള്ളത്? നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന ബീട്രൂട്ടില്ലേ സഹോദരങ്ങളെ, ആ ബീട്രൂട്ടിന്റെ വേരെടുത്ത് മറ്റു ചില പച്ചക്കറികളും ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല ഒരു കൂട്ടാനുണ്ടാക്കും. ആ കൂട്ടാൻ സ്വഹാബിമാരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്നത് ഭക്ഷിക്കും. വെള്ളിയാഴ്ച അവർക്കൊരു കൂട്ടാനൊരുക്കുന്ന വല്യമ്മ, ആ വല്യമ്മക്ക് എത്ര വലിയ സന്തോഷമാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോ ഇൽമിന്റെ വാഹകരായ ഈ സ്വഹാബിമാര്, ലോകത്ത് മുഴുവനും ഇൽമി വിതരണം ചെയ്ത ഈ സ്വഹാബിമാര്, അവർക്ക് സുബ്ഹാനല്ലാഹ് നല്ല ഭക്ഷണം കൊടുക്കാൻ വെള്ളിയാഴ്ച വരുമ്പോ ഒരുങ്ങുന്ന വല്യമ്മ, ആ വല്യമ്മക്ക് ആഖിറത്തിൽ കിട്ടുന്ന സന്തോഷം ചെറുതല്ല, വലിയ സന്തോഷമാണ്. ഇൽമിനെ സഹായിക്കണം, ഇൽമിന്റെ വിഷയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുതഅല്ലിമിനെ സഹായിക്കുന്ന ആളുകൾക്ക്, മുതഅല്ലിമിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ചെറിയ ബഹുമാനമല്ല, ആ മുതഅല്ലിമ് വളരുന്നതിന് കാരണമായി പ്രവർത്തിച്ച്, കാരണമായി ജീവിച്ച് വർത്തിച്ച ആരെല്ലാം ഉണ്ടോ അവർക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം ലഭിക്കാനുണ്ട്.